സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാകുന്നു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങൾ സൂര്യ ഗായത്രി നൽകും. സൂര്യ, മഴ വീണ്ടും കനക്കുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം മഴ മുന്നറിയിപ്പുകൾ വിവിധ ജില്ലകളിൽ എങ്ങനെയാണ് നിലനിൽക്കുന്നത്? എന്തൊക്കെയാണ് ജാഗ്രതാ നിർദ്ദേശം? ഫിജി, വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നലെ നൽകിയ മുന്നറിയിപ്പ്. അതേ തുടർന്ന് അടുത്ത 4 ദിവസത്തേക്കുള്ള അലേർട്ടുകളും കാലാവസ്ഥാ വകുപ്പ് ഇന്നലെ പുറപ്പെടുവിച്ച സാഹചര്യമുണ്ടായിരുന്നു. ഇന്നലെ ആദ്യഘട്ടത്തിൽ യെല്ലോ അലേർട്ട് മാത്രമാണ് ജില്ലകൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നതെങ്കിൽ രാത്രി 3 ജില്ലകളിൽ പെട്ടെന്ന് ഓറഞ്ച് അലേർട്ട് നൽകേണ്ടി വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത്തരത്തിൽ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കാലാവസ്ഥാ വകുപ്പ്. ഇന്നിപ്പോൾ 3 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്താണ് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട്. കൂടാതെ 16-ാം തീയതി 4 ജില്ലകൾക്ക് തീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത്. അടുത്ത 3 ദിവസം കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുകയാണ്. വടക്കൻ കേരളത്തിൽ മഴ കൂടുതൽ ശക്തമാകുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതനുസരിച്ചുള്ള ജാഗ്രതകൾ പൊതുജനം പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ തീരദേശവാസികളോടും മലയോര മേഖലകളിൽ താമസിക്കുന്നവരോടും പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ കടലിൽ ഉയർന്ന തിരമാല ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നലെ തന്നെ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിരോധനം ഇപ്പോഴും തുടരുകയാണ്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകരുത് എന്ന് കർശന നിർദ്ദേശമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നലെ മുതൽ നൽകിയിരിക്കുന്നത്. മറ്റ് മലയോര മേഖലകളിൽ താമസിക്കുന്നവരും മഴ ശക്തമാകുന്നതിനനുസരിച്ചുള്ള മുൻകരുതൽ നിർദ്ദേശങ്ങളൊക്കെ തന്നെ പാലിക്കണമെന്നതാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിൽ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരുണ്ട കാലാവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഏകദേശം ഉച്ചയ്ക്ക് ശേഷം മഴ കൂടുതൽ ശക്തമാകും എന്നൊരു മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. മറ്റ് ജില്ലകളിലൊക്കെ ഇടവിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. മഴ ശക്തമാകുന്നതിനനുസരിച്ച് ഉയർന്ന കാറ്റുണ്ടാകാനുള്ള സാധ്യതയും അതുപോലെ തന്നെ ഇടിമിന്നലോട് കൂടിയ മഴയുണ്ടാകാനുള്ള സാധ്യതയുമാണ് പ്രവചിക്കുന്നത്. അതനുസരിച്ചുള്ള ജാഗ്രതാകളൊക്കെ തന്നെ പൊതുജനം പാലിക്കണമെന്ന്